ഏലം കർഷകരുടെ കണ്ണീർ കാണാതെ ദുരന്ത നിവാരണ വകുപ്പ് കഴിഞ്ഞ വേനലിലെ ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞുണങ്ങിയ ഏലത്തിന്റെ നഷ്ടപരിഹാരം ഇനിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം തിരക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ഉദ്യോഗസ്ഥർ. നഷ്ടപരിഹാര വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സമാനതകളില്ലാത്ത നഷ്ടമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇടുക്കി ജില്ലയിലെ ഏല കർഷകർ നേരിട്ടത്. നട്ടുനനച്ച് പരിപാലിച്ചു പോന്ന വരുമാന സ്രോതസ്സായ ഏലച്ചെടികളെല്ലാം ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞുണങ്ങി. വിളവെടുപ്പ് കാലത്തെ നഷ്ടം കർഷകരുടെ നടുവൊടിച്ചു. എല്ലാ നഷ്ടപ്പെട്ട കർഷകർക്ക് സഹായമെന്ന നിലയിലാണ് സർക്കാർ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. കരിഞ്ഞുണങ്ങിയ തോട്ടങ്ങൾ കാണാനെത്തിയ മന്ത്രിമാർ നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 9 മാസം പിന്നിട്ടു. ഇതുവരെ ഒരു കർഷകനും നയാ പൈസ പോലും നൽകിയിട്ടില്ല. പ്രകൃതി ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് കീഴിലുള്ള ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണമനുവദിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ചുവപ്പ് നാടയിൽ കുരുങ്ങി വൈകുകയാണ്. ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് ചില പ്രതിസന്ധികൾ നമുക്ക് മുമ്പിലുണ്ട്. കാരണം ഒരു മുൻകാലങ്ങളിൽ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് നീങ്ങിയാൽ മതിയാവും. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഏലം കരിഞ്ഞുണങ്ങുന്നു, അതിനൊരു നഷ്ടപരിഹാരം എന്നതിലേക്ക് വരുന്നു. ഒരു ആദ്യത്തെ പരിപാടിയാണ് എന്നുള്ളത് കൊണ്ടുള്ള ചില തടസ്സങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ പോലും ഉണ്ടാവാൻ പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഏലം കർഷകർക്കുള്ള നഷ്ടപരിഹാരം എന്ന് നൽകുമെന്ന് ദുരന്ത നിവാരണ വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ നടപടിയിലാണെന്ന ഒഴുക്കൻ മറുപടിയാണ് ലഭിക്കുന്നത്. എന്ന് നഷ്ടപരിഹാരം നൽകാനാവുമെന്നതിന് കൃത്യമായ മറുപടിയില്ല. അത് വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്ക് വരുന്ന ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ചില പ്രയാസങ്ങളാണ്. അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോഴപ്പോൾ തന്നെ ഇതെല്ലാം കർഷകർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണ്. ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും. അടുത്ത വേനലിന് മുമ്പെങ്കിലും നഷ്ടപരിഹാരം വിതരണം ചെയ്ത് തീർക്കാനാവുമോ എന്നതാണ് സർക്കാരിന് നേരെയുള്ള ചോദ്യം. എല്ലാം നഷ്ടപ്പെട്ട കർഷകരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കുക തന്നെ വേണം. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ തുടരുകയാണെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ എത്ര നാൾ കർഷകരുടെ ക്ഷമ പരീക്ഷിക്കും? അടുത്ത വേനൽ കൺമുന്നിൽ തെളിയുമ്പോൾ വേവലാതിയാണ് ഇപ്പോഴും കർഷകർക്ക്. ഏലം കർഷകരുടെ യാതനകളുടെ കൂടുതൽ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വേനലിൽ വാഗ്ദാനം ചെയ്തു, ഈ വേനലിൽ പോലും കൊടുത്തില്ല. അപ്പോൾ ഇനി അടുത്ത വേനൽ വരെ അവർ കാത്തിരിക്കേണ്ടി വരുമോ? SKN തീർച്ചയായും, അതായത് മറ്റൊരു വേനലിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് കേരളം. കാരണം ഒരു മാർച്ചോടുകൂടി വേനൽ ആരംഭിക്കും. എന്നാൽ ഇപ്പോഴും കഴിഞ്ഞ വേനലിലെ ഉഷ്ണതരംഗത്തിൽ കൃഷി നശിച്ച ഏലം കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ആ തുക റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെയും നടപടിയൊന്നുമില്ല. നടപടി നീങ്ങുന്നുവെന്ന കാര്യം മാത്രമാണ് ദുരന്ത നിവാരണ വകുപ്പിലും മറ്റും അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി. എന്നാൽ ഇത് എന്നത്തേക്കാകുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരവില്ല. 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള പ്രഖ്യാപനമാണ് നേരത്തെ മന്ത്രിമാർ ഈ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ 10 കോടി രൂപ നൽകുമെന്ന പ്രഖ്യാപനം വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഏലം കർഷകർക്ക് വലിയ തോതിൽ ഉള്ള സങ്കടമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പുതിയ ഏലത്തൈകൾ, ഏലത്തട്ടാന്നാണ് അതിന് പറയുക, ഏലത്തട്ടകൾ വെച്ചുപിടിപ്പിക്കണമെങ്കിൽ പോലും ഒരു തട്ടയ്ക്കൊന്നിന് 200 രൂപ വരെ കൊടുത്താണ് പലരും പുനർകൃഷി അവിടെ നടത്തി തുടങ്ങിയത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കായി വൻതുക ചെലവഴിക്കേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താണ് ഈ ഉഷ്ണതരംഗം ഉണ്ടായി മൊത്തം കൃഷിയും ഏലച്ചെടികളും നശിച്ചു പോയത്. അപ്പോൾ ഇത്തരത്തിലൊരു നഷ്ടം നേരിട്ട കർഷകരോടാണ് സർക്കാർ ഈ വിധം പെരുമാറുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി ഉയരുന്നത്. SK. താങ്ക് യു ആർ ശ്രീജിത്ത്.